എടപ്പാ വെത്തക്കട ബീച്ചിൻ്റെ തീരത്താണ്. അപ്പോൾ നമ്മൾ ആ കപ്പൽ മറിഞ്ഞില്ലായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ ആ കപ്പൽ മറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കണ്ടെയ്നറും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ തീരത്തേക്ക് അടിഞ്ഞു വരികയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇടവേലും വർക്കല പരിസരത്തൊക്കെ അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ തീരത്ത് ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ കാണുന്നതാണ് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പെല്ലറ്റ്സുകൾ, നഡിൽസ് എന്ന് പറയും. അതായത് ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഈ തീരത്ത് മൊത്തം ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറൈനായിട്ടുള്ള കടലിലും മറ്റു ജീവികൾക്കൊക്കെ ഇത് ഭയങ്കര ഹാനികരമായിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ ഈ മീനുകളൊക്കെ നല്ല വലിയ മീനുകളൊക്കെ ഇത് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ അവരുടെ ഉള്ളിലേക്കൊക്കെ എത്തും. ഇതൊക്കെയായിരിക്കും നമ്മൾ കഴിക്കുന്നത്. മീനിലൊക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് അവെയർ ആയിരിക്കുക. കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഇതൊക്കെയാണ് ആ സാധനങ്ങൾ. ഇവിടെ മൊത്തം ഉണ്ട്. നമ്മുടെ ഈ കടലിൻ്റെ തീരമാണ് ഇടപാ വെറ്റക്കടയാണ്. ഈ തീരത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കണം. അപ്പോൾ ഇതിൽ എന്തോരം മാസ് ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ കടലിൽ ഇതുണ്ടായിരിക്കുക. ഇത്രയും നമ്മുടെ തീരത്ത് വന്നിട്ടുണ്ട്. ഇത് എന്തോരം മത്സ്യസമ്പത്ത്, നമ്മുടെ മീനുകൾ ഇത് ഭക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ തീരത്തിൻ്റെ ഒരു അവസ്ഥ. ഇത്രയും പ്ലാസ്റ്റിക്കിൻ്റെ ക്വാണ്ടിറ്റി ഹെവിയായിട്ട് ഈ കടൽ ജീവിജാലങ്ങൾക്ക് എന്തുതരം ഭീഷണിയായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ മൊത്തം കൊണ്ട് ഇത് വ്യാപിച്ച് കിടക്കുക. ഈ തീരം നിറയെ ഇങ്ങനെ അത് വ്യാപിച്ച് കിടക്കുകയാണ് ഗൈസ്. നമുക്കിതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കണ്ട് എന്താ പറയുക, അല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി സംഭവിച്ചത്. ഇതെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഇതിനറിയാമെന്ന അധികാരികളോ ഇത് പറക്കി കളയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അങ്ങ് കിടക്കുക. നമുക്ക് ഈ ക്യാമറയിൽ കൂടെ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല. തീരത്തെല്ലാം അങ്ങ് കിടക്കുക, സാഗരം കണക്ക്. ഇത്രയും ഇതിലെന്തോരം ഈ മീനുകൾ ഭക്ഷിച്ചിട്ടുണ്ടാകും. ഇത്രയാണ് പ്ലാസ്റ്റിക്കിൻ്റെ വിപത്തുകൾ ഉണ്ടാകുന്നത്. ഒരു ഷിപ്പ് മറിഞ്ഞപ്പോൾ ഉണ്ടായൊരു പ്രശ്നമാണിത്. ഇവിടെയൊക്കെ കണ്ടേ, നമ്മൾ കാണുന്നുണ്ടോ? ഈ വീഡിയോയിൽ എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന നാച്ചുറൽ റിസോഴ്സസ് ആയിരുന്നു ഈ മീനുകളൊക്കെ. മറ്റൊരാൾക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും. കാരണം ഇത് ചെറിയ സാധനങ്ങൾ, ചെറിയ പീസുകളാണ് ഈ പെല്ലറ്റുകളെ. അപ്പോൾ ആ ചെറിയ പീസുകളാണ് ഇതെല്ലാം. മീനുകൾ നല്ല ചൂര, ഈ തിറച്ചി അങ്ങനെയുള്ള മീനുകളെല്ലാം ഇത് അകത്താക്കിയിട്ടുണ്ട്. നമ്മളിതൊരു നോർമലി നമ്മളിത് കുക്ക് ചെയ്യും, ചിലപ്പോൾ കഴിക്കാം. മീനുകളിലൊക്കെ ഉണ്ടാവും. ഇത് ചെയ്യാനാണല്ലേ. ഇത് അങ്ങ് കിടപ്പുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് കരുതിയിരിക്കുക, അത്രേ പറയാനുള്ളൂ.